എന്താ രണ്ടാളും മിണ്ടാത്തെ? പറ. ഇത് നിങ്ങൾ ചെയ്തതല്ല എന്നുള്ളതിന് എന്താ തെളിവുള്ളത്? പറയേ. ഇത് നിങ്ങൾ ചെയ്ത തെറ്റല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ആരായും തന്നൊക്കെ അറിയാത്തവൻ എന്നെ അമ്മാന്ന് വിളിച്ചാ എനിക്ക് ദേഷ്യം വരില്ലേ? എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് ഓരോന്നും ക്ഷമിക്കുമ്പോ ലിമിറ്റ് വിടുന്നു. ഇപ്പൊ എന്തിനാ ഇവനിങ്ങനെ ഒരു ഡ്രാമ ഉണ്ടാക്കിയത്? അതറിയാൻ ഇവരോട് എന്തിനാ ചോദിക്കുന്നേ? ആ പേപ്പർ വായിച്ചു നോക്കിയാ പോരെ? അതെ, നോക്കട്ടെ. അച്ഛാ, നമ്മുടെ സ്വത്തിന്റെ പകുതി ഇവന് എഴുതി കൊടുക്കണമെന്ന് കള്ള വിൽപത്രം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവൻ. മാറിക്കടാ. എടാ നീ സർ, ഞാനല്ല സർ, ഞാനൊന്നും ചെയ്തില്ല. വേണ്ട. എന്താ കിരണിത്? ഇതൊന്നും സത്യമല്ല ചേച്ചി, ഇവരെല്ലാം പറയുന്നത് നുണയാ. ഈ സ്ത്രീ പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. സൂപ്പർ. എന്താ ഒരു അഭിനയം! നീയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ഓർത്തിരുന്നതാ. അശ്വി വേണ്ട, നിർത്ത്. എന്താടി, നീ നിന്റെ കെട്ടിയനും കൂടെ ചേർന്ന് ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാനുള്ള പ്ലാൻ ആയിരുന്നില്ലേ? അത് കണ്ടുപിടിച്ചപ്പോ അഭിനയം തുടങ്ങിയല്ലേ? ഇങ്ങനെ പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്ത നിനക്കൊക്കെ ആണല്ലോ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ആശ്രയം തന്നത്. അതെങ്ങനെയാ? നല്ല തന്തയ്ക്ക് പറഞ്ഞാലല്ലേ മനുഷ്യരെ പോലെ പെരുമാറാൻ പറ്റൂ. അയ്യോ, കിരൺ നിർത്താൻ. പൃഥ്വി വിട്. ഇതുണ്ടാ ഞാൻ ഇവറ്റകളെ ഇവിടെ കെട്ടി താമസിപ്പിക്കണ്ടെന്ന് പറഞ്ഞത്. അതെ, പൃഥ്വി ഇപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താവൂന്ന് ഓർത്തു നോക്കിയേ. മതി, നിർത്ത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മാത്രം തരം താണവരല്ല ഞങ്ങള്. ഓ, അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ഇവൻ പറഞ്ഞ പോലെ ഞാനാണ് ആ ഫയല് കൊടുത്തുവിട്ടെന്നാണോ? അത് കൊള്ളാലോ. നിങ്ങളാണത് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നത് സത്യമാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് പറഞ്ഞാ മതി, ഞങ്ങൾ പൊയ്ക്കോളാം. അതെ, നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് പ്രശ്നം തന്നെയാ. ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോണം. ഇതിനപ്പുറം എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതോറും ഈ വീടിന്റെ സമാധാനം നശിച്ചോണ്ടിരിക്കുക. ശരി, എങ്ങോട്ടാ പോവേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അങ്ങോട്ട് തന്നെ പൊയ്ക്കോളാം. എന്താ പേടിപ്പിക്കാണോ? പേടിപ്പിച്ചതല്ല, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. അല്ലെങ്കിൽ ചേച്ചി പറ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ശരി, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. പക്ഷേ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളതിന് എന്ത് തെളിവാ ഉള്ളത്? ഇവര് ചെയ്തത് എന്താണെന്ന് പകൽ പോലെ വ്യക്തമാണ്. പിന്നെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? പിടിച്ച് പുറത്താക്കുക ചേച്ചി. പൃഥ്വി വേണ്ട, ഞാൻ എന്ത് ചെയ്താലും അതിനൊരു കാരണം ഉണ്ടാവും. അതുകൊണ്ട് നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്താ രണ്ടാളും മിണ്ടാത്തെ? പറ. ഇത് നിങ്ങൾ ചെയ്തതല്ല എന്നുള്ളതിന് എന്താ തെളിവുള്ളത്? പറയേ. ഇത് നിങ്ങൾ ചെയ്ത തെറ്റല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? പറ്റും, ഞങ്ങളെ കൊണ്ട് തെളിയിക്കാൻ പറ്റും.
പക്ഷേ അതിന് ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. ശരി, 3 ദിവസം, 3 ദിവസത്തെ സമയം ഞാൻ തരാം. അതിനുള്ളിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. ദുർഗേ, നിങ്ങൾക്ക് അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഈ വീട് വിട്ടു പോണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങൾ പണത്തിന് ആഗ്രഹിക്കുന്നവരല്ല എന്ന് തെളിയിച്ച് കാണിച്ചിരിക്കും. വാ. അഷി, പൃഥ്വിയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലേ. വാ. നീ എന്ത് വിചാരിച്ചടാ കിരണേ? മോന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്ന് അധികാരം സ്ഥാപിച്ചെടുക്കാമോ? വാഴിക്കില്ലടാ നിന്നെ ഞാൻ. ഞാൻ പറഞ്ഞതല്ലേ കിരൺ, ആ ഫയൽ ഒന്ന് തുറന്നു നോക്കാൻ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതാ നോക്കാൻ പറഞ്ഞത്. സോറി ദുർഗ, അവരിങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അത്രയും സ്നേഹത്തോടെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു പോയി. ഇനി നമ്മൾ തെറ്റ് കേട്ടില്ലെന്ന് എങ്ങനെ തെളിയിക്കും? താൻ പറഞ്ഞപ്പോ ആ ഫയൽ തുറന്നു നോക്കിയാൽ മതിയായിരുന്നു. എന്റെ ഇമോഷൻ മുതലെടുത്ത് അവരിത്രയും വലിയൊരു പ്ലാനിങ് നടത്തുമെന്ന് ഒരു ഊഹം പോലും എനിക്കില്ലാതെ പോയല്ലോ. കിരൺ ടെൻഷൻ ആവാതെ. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. എന്തായാലും 3 ദിവസം സമയമുണ്ടല്ലോ. അതിനു മുന്നേ നമുക്ക് സത്യം തെളിയിക്കാം. പക്ഷേ അതെങ്ങനെ തെളിയിക്കൂടോ? ആ ഫയല് ചന്ദ്രാമ എന്റെ കയ്യിൽ തരുമ്പോ ഞാനും ചന്ദ്രാമ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുകയില്ല. ഇത് തെളിയിക്കാൻ ഒരേ ഒരു വഴി, ആ ഫയല് ചന്ദ്രാമ തന്നെ എന്റെ കയ്യിൽ തന്നതെന്ന് എല്ലാവരുടെ മുന്നിൽ ചന്ദ്രാമ തന്നെ സ്വയം ഏറ്റു പറയണം. അവരങ്ങനെ ചെയ്യുന്ന ഒരു പ്രതീക്ഷയും വേണ്ട കിരൺ. നമുക്ക് മറ്റേതെങ്കിലും വഴി നോക്കാം. എന്ത് വഴി? ഹലോ ജെഡി. അഖിൽ, വേറെ ആരെ കൊണ്ടവിടെ? ഇപ്പൊ ഞാനും കുട്ടിയേട്ടനും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫോൺ സ്പീക്കറിലിട്. ഓക്കെ ജെഡി. ഹലോ മോളെ. ആ കുട്ടേട്ടാ, ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം.